മൂന്നാർ വരെ പോയാലോ? മൂന്നാർ ഇതാ കാന്തല്ലൂർ, വട്ടവട, അതൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇത് കാണാൻ കേട്ടോ. ഇത് മറയൂരാണ്. മറയൂരത്തെ ഒരു അവരുടെ ചെറിയൊരു കൃഷിസ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ്. ഇത് അവരുടെ സ്വന്തമാണ്, ആ ചേച്ചിയുടെ സ്വന്തമാണ്. ചേച്ചി അവിടെ ബീൻസ് പറിക്കാനായിട്ട് വന്നതാണ്. ഇത് കണ്ടോ, അടിപൊളി ഒരു സബർജില്ലി മരം. അടിപൊളിയല്ലേ? സബർജില്ലിയാണ് നിറച്ചുണ്ടായി കിടപ്പുണ്ട് അതിൽ. നമ്മളുടെ അടുത്ത് പറിച്ചോളാൻ പറഞ്ഞു, പക്ഷേ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ വാങ്ങിച്ചത് കുറച്ച് വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ഇത് വെളുത്തുള്ളിയാണ്. അവിടെ വഴിയിൽ വെറുതെ, അതായത് വിളവെടുത്തതിന് ശേഷം കിളിർത്ത് വന്നതാണ്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അത് പറിക്കല്ലേ, അത് പൊട്ടയാണ്, അത് പാകമായിട്ടില്ല, കാണിച്ചു തരാം എങ്ങനെയാണ് പാകമാവണേന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അതിൻ്റെ വ്യത്യാസം ചേച്ചി എന്നെ കാണിച്ചു തരുന്നതാണ് കണ്ടോ. അപ്പോൾ ഒറിജിനൽ, അതായത് മൂത്ത് വരുമ്പോൾ ഇതിങ്ങനെ നല്ല ബോള് പോലെ ഉരുണ്ട് വരും. അപ്പം ഞാൻ പറിച്ചത് കണ്ടോ അങ്ങനെ വന്നിട്ടില്ല, ആയിട്ടില്ല. അപ്പം ഞാനോർത്ത് വഴിയിൽ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോഴത്തേക്ക് അത് ആയതായിരിക്കും എന്ന് വിചാരിച്ചാൽ പറിച്ചത്, പക്ഷെ അതല്ലായിരുന്നു കേട്ടോ. ഇത് ബീൻസാണ്. ബീൻസ് പലതരം ഉണ്ട് കേട്ടോ. ബീൻസ് പലതരം എന്ന് വെച്ചാൽ ഈ ഇപ്പുറത്ത് നിൽക്കുന്നത് കുറ്റി ബീൻസാണ്, നിലത്തൂടെ പടർന്നിട്ട് കുറ്റിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിറയെ ബീൻസ് ഉണ്ട്, ഇഷ്ടം പോലെയാണ്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ ബീൻസാണ് നിറയെ, അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ബീൻസ് ഉണ്ട്. പക്ഷെ അത് അവർ പറിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ചുവടയുടെ പറിച്ചെടുക്കും, എന്നിട്ട് കൊണ്ടുപോയിട്ടാണ് അതിനകത്ത് ബീൻസ് വേർപെടുത്തി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ പറിക്കുന്നത് ഇവർ പടർന്ന് കയറുന്ന ബീൻസാണ്. അപ്പോൾ അത് കുറ്റി ഒക്കെ വെച്ച് കൊടുത്തിട്ട് അതുമേൽ അറിയാം. അപ്പോൾ എനിക്ക് കുറേ ബീൻസ് കിട്ടി കണ്ടോ, ഭയങ്കര സന്തോഷമായിട്ട് ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ. പിന്നെ കണ്ടത് ഇതാ റാഡിഷ്, ഇവർ വിത്തിന് നിർത്തിയേക്കുന്നതായിരുന്നു വലിയതായിട്ട്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അവിടെ റാഡിഷ്. ഇത് അതിൻ്റെ വിത്ത് എങ്ങനെയാണ് വരുന്നതെന്നറിയാമോ? വിത്ത് ഇതിങ്ങനെ അതുണ്ട് ബോൾ പോലെ വരും. അതിനകത്ത് നമ്മുടെ കടുക് പോലൊരു സാധനമുണ്ട്. ഇത് മൂത്തിട്ടില്ല കേട്ടോ. മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ കാണാൻ പറ്റും, ബ്ലാക്ക് കളറിലായിരുന്നു വരുമ്പോൾ. ഇത് പക്ഷേ ഇതാ മൂത്തിട്ടില്ല. അതിൻ്റെ അകത്തൊരു ബോൾ പോലെ ഒരു കുഞ്ഞു സാധനം കണ്ടോ, അതാണ് വിത്ത്. കണ്ടോ, അതാണ് വിത്ത്. ഇതിനെയാണ് നമ്മൾ വിത്താക്കുന്നത്. അപ്പോൾ ഇതാണ് നടാൻ ഉപയോഗിക്കുന്ന റാഡിഷിൻ്റെ. ഇത്രയും വലുത് ആകുമ്പോഴാണ് അതിൽ പൂ വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ പറിച്ച് അവരോട് മേടിച്ച് തിരിച്ചു പോരാണ്. തിരിച്ചു പോന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് കടന്നു. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ റോഡിലാണ് കിടന്നത്. നല്ല മഴക്കാറുണ്ടായിരുന്നു, പിന്നെ സന്ധ്യയായി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് തിരിച്ചു പോകാം. പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ നമ്മുടെ റൂമിലേക്ക് പോയി. ഞങ്ങളിങ്ങനെ നടന്നു പോയി. പിന്നെ ഇതിപ്പോൾ അവിടെ ഒരു ചാല് കണ്ട, ചെറിയ താഴെക്കൂടി ആ ഒരു ചെറിയൊരു ചാല് കണ്ട. ഇതവർ മലമുകളിൽ നിന്ന് ഇങ്ങനെ കൃഷിസ്ഥലത്തേക്ക് വെള്ളം ചാലിട്ട് ഒഴുക്കുന്നതാണ്. മേളിൽ നിന്ന് ഇങ്ങനെ ചാലിട്ട് ഒഴുക്കുന്നതാണ്. നല്ല വെള്ളം മാത്രം കേട്ടോ. അതിനകത്തേക്ക് മോശം വെള്ളം അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ വേസ്റ്റോ സാധനങ്ങളോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അവിടെയൊക്കെ അങ്ങനെയാണ്. ഒരു എണ്ണം ഇങ്ങനെ പൊട്ടിച്ച് റോഡിൻ്റെ ഇപ്പുറത്തൊരു കാണേണ്ട അതുവഴി പോകണം. ഞങ്ങളവിടെ കാലൊക്കെ കഴുകി നേരെ വന്ന് വണ്ടിയിൽ കയറി പോന്നു.